ഏതാണ്ട് ഈ സർക്കാരിൻ്റെ 4ാം വാർഷികത്തിനോടനുബന്ധിച്ച് ദേശീയപാത ഞങ്ങളുടെ സംഭാവനയാണെന്ന് പറഞ്ഞ് വഴിനീള ഫ്ലക്സ് തട്ടിയിട്ട് നടക്കാൻ വയ്യ. പക്ഷേ ഒന്ന് രണ്ട് ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ധിം എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പോയപ്പോൾ പിതാക്കന്മാരില്ലാത്ത ഒരു അനാഥാലയത്തിലേക്ക് ഈ ദേശീയപാത ഇപ്പോൾ ചെന്നെത്തി നിൽക്കുക. ഇത്രയും നാൾ 2 പിതാക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ആരുമില്ല. അനാഥാലയത്തിൽ കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് ദേശീയപാതയ്ക്കുള്ളത്. ഇത് തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം. കാരണം ഞാൻ കഴിഞ്ഞ വർഷം വരെ MP ആയിരുന്നു. എനിക്കറിയാം, എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസികളിലൊക്കെ നിരവധി കംപ്ലൈൻറ്റുകൾ ഇത് സംബന്ധിച്ച്, നിർമ്മാണം സംബന്ധിച്ച് വരാറുണ്ട്. ഞാൻ പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരെ വിളിക്കാറുണ്ട്. ഉദ്യോഗസ്ഥന്മാർ അവരുടെ ലെവലിൽ കൊണ്ടുപോകണം. കേരളത്തിൻ്റെ ഒരു ചിത്രം പരിശോധിക്കാതെ ആണ് ഈ നിർമ്മാണത്തിന് ദേശീയപാത അതോറിറ്റി നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ ഉത്തരേന്ത്യയിലെ അവസ്ഥയല്ല കേരളത്തിൽ. ഇവിടെ നിരന്തരമായിട്ട് മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും ഈ വലിയ വലിയ കുന്നുകൾ ഇടിച്ചു നിരത്തിയിട്ടാണ് റോഡ് പൊക്കുന്നത്. അങ്ങനെ പൊക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ പലപ്പോഴും സ്വീകരിക്കുന്നില്ല. സിമൻ്റ് ഇടേണ്ടതിന് സ്ഥാനത്ത് സ്പ്രേ അടിക്കുകയാണ്. ഞാൻ തന്നെ MP ആയിരുന്നപ്പോൾ ഇതുപോലത്തെ കംപ്ലൈൻറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി 2 സർക്കാരുകളും മത്സരിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ഈ അശാസ്ത്രീയ നിർമ്മാണം കാരണം റോഡ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേശീയപാതയിൽ സഞ്ചരിക്കാൻ ധൈര്യം പോരാ. കാരണം എപ്പോഴാണ് ഇത് നേരെ നമ്മൾ സ്വർഗത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാതാളത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ്. നേരെ മേലെക്കൂടാണല്ലോ പോകുന്നത്. അത് ഡിംന്ന് തകർന്നാൽ നേരെ പാതാളത്തിലേക്കല്ലേ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ വാഹനങ്ങളിൽ യാത്ര ആൾക്കാർക്ക് പേടിയാണ്. ഇപ്പോൾ ട്രെയിനാണെങ്കിൽ പുതിയ വന്ദേ ഭാരതൊക്കെ പുതിയ വണ്ടികൾ വരുമ്പോൾ ഇനി റോട്ടിലേക്ക് ആൾക്കാർക്ക് പോകാൻ ഭയമാണ്. എന്നാലോ ടോൾ ഏർപ്പെടുത്തുന്നുണ്ട്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങുക, കള്ളപ്പണി നടത്തുക, മനുഷ്യനെ കൊല്ലുക. എന്തോ ഭാഗ്യത്തിനാണ് ആളപായം ഇല്ലാതിരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണം പൂർണ്ണമായിട്ട് പുനഃപരിശോധിക്കുക. കേരളത്തിൻ്റെ അവസ്ഥ അനുസരിച്ചുള്ള നിർമ്മാണത്തിന് ഭാവിയിലെങ്കിലും നേതൃത്വം കൊടുത്ത് ഇനിയും തീരാൻ കുറേ വർക്ക് ബാക്കിയുണ്ട്. ഇടുപിടി ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് അല്ല തീരുമാനിക്കേണ്ടത്. മനുഷ്യന് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ആ കാര്യത്തിൽ 2 സർക്കാരുകളും അതിൽ ഇതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അവർ ഭാവിയിലെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം.